എന്തായാലും പോളിംഗ് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ 80% മുകളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇതിനകം UDFും LDFും BJPയും പ്രകടിപ്പിക്കുന്നത്. ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന ഈ നീണ്ട നിര, രാവിലെ മുതലുള്ള നീണ്ട നിര ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യമാണ് ഓരോ മുന്നണി സ്ഥാനാർത്ഥികളും അവകാശപ്പെടുന്നത്. കേരളത്തിൽ ഭരണമാറ്റത്തിനുള്ള കാഹളം മുഴങ്ങിയെന്നാണ് UDFിന്റെ അവകാശവാദം. അതേസമയം ഭരണ തുടർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് LDF നേതാക്കളും അവകാശപ്പെടുന്നു. അതേസമയം ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്ന് BJP നേതാക്കളും അവകാശപ്പെടുകയാണ്. എന്തായാലും കേരളം മുഴുവനായി നോക്കുമ്പോൾ 12 മണിവരെ 40.02% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് 2,71,00,000 വോട്ടർമാരിൽ 40% പേരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നതാണ് ഇതുവരെ കാണാൻ കഴിയുന്നത്. ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ മിക്ക ജില്ലകളിലും 35% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തി എന്നുള്ളതുമുണ്ട്. ഇത് മുന്നണികൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നാണ്. ഒരേ സമയത്ത് തന്നെ പോളിംഗ് ശതമാനം കൂടുന്നത് അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള അവകാശവാദം ഉണ്ടെങ്കിലും അവരവർ തങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നെഞ്ചിടിപ്പ് കൂട്ടുന്നു എന്നതാണ് മറ്റൊരു കാര്യം. കാരണം SIR വന്നതിന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പാണ്. അതിനാൽ തന്നെ പോളിംഗ് ശതമാനം കൂടുന്നത് ആർക്കനുകൂലം എന്നുള്ള കാര്യത്തിൽ വിലയിരുത്തൽ സാധ്യമല്ല എന്ന കാര്യം കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഇതുവരെ 5 മണിക്കോ പിന്നിട്ടു. എങ്ങനെയാണ് പോളിംഗ് എന്ന് ചോദിക്കുമ്പോൾ അത് ആവേശകരം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിൽ പല ഘടകങ്ങളും ഉണ്ടല്ലോ. രാവിലെ നല്ല വെയിൽ വരുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുവാനുള്ള ആഗ്രഹം വോട്ടർമാരിൽ ഉണ്ടായിരുന്നു. അത് രാവിലത്തെ നീണ്ട ക്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതുപോലെ തന്നെ SIR വന്നതിന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കൂടുന്നു എന്ന് പറയുന്നത് ആകെ വോട്ടർമാരുടെ എണ്ണം കൂടുന്നുണ്ടോ അതിന് അനുസരിച്ച് എന്നത് വൈകിട്ടാകുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇതുവരെയുള്ള പോളിംഗിൻ്റെ ട്രെൻഡ് വെച്ച് പറയുവാൻ കഴിയുന്നത്? മഞ്ജുഷ സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. SIRന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത നമ്മുടെ വോട്ടിംഗ് കണക്കുകളെയൊക്കെ ഏത് രീതിയിൽ ഏതെങ്കിലും ട്രെൻഡ് സൂചനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ പറയാൻ കഴിയുമോ എന്ന സാഹചര്യം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3 ലക്ഷത്തിൽ പരം വോട്ടർമാരുടെ എണ്ണം കുറവെന്നാണ് ഇത്തവണ വോട്ടർ പട്ടിക തയ്യാറായിരിക്കുന്നത്. 5 വർഷത്തിനിടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ വോട്ട് വർധനവ് ഉണ്ടാവണം. അതുണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല 3 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവ് കൂടിയാണ്. സ്വാഭാവികമായി ഇത് പല മണ്ഡലങ്ങളെയും ബാധിക്കും. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, എല്ലാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ ഒരേ തോതിലുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ കൂടുതലായി വോട്ടർമാരുടെ എണ്ണം കുറയുന്നു, ചില മണ്ഡലങ്ങളിൽ കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഏത് രീതിയിലുള്ള സാധ്യതയാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുക എന്ന ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. ഒരുപക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി ഇക്കാര്യത്തിൽ പറയാനുമാവില്ല. ഒരു കാര്യം ഉറപ്പാണ്, മുൻ വർഷത്തെ ഒപ്പം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തണമെങ്കിൽ ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കണം. എങ്കിലേ വോട്ടർമാരുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഏറെക്കുറെ ശരിയായി പോവുകയുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഈ മണിക്കൂറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ പോളിംഗ് ആണ്. പക്ഷേ മഞ്ജുഷ സൂചിപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അതിശക്തമായ ചൂടുള്ളതിനാൽ തന്നെ ആളുകൾ ഒരുപക്ഷെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി മടങ്ങിയിരിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി എന്തായാലും പോളിംഗ് കുറയും. ഇപ്പോൾ അനുഭവപ്പെടുന്നത് കാര്യമായ തിരക്ക് പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വൈകിട്ട് ഒരു പക്ഷേ തിരക്ക് അനുഭവപ്പെട്ടേക്കാം എന്നതാണ് സാഹചര്യം. ഒപ്പം മറ്റൊന്ന് കാണിക്കുന്ന ട്രെൻഡ്, വലിയ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ ജില്ലകളിലെ കണക്കെടുക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. ഉദാഹരണമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടം തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നതും അവിടെയാണ്. പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ പാലക്കാട് മണ്ഡലമാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. അപ്പോൾ ആ ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു ചൂട് ഈ പോളിംഗ് ശതമാനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണം ഈ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ. എന്തായാലും ആശയക്കുഴപ്പം പൊതുവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ട്. കാരണം ഈ ഇത്തവണ SIRന് ശേഷമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്നൊരു ആശയക്കുഴപ്പം എല്ലാവർക്കുമുണ്ട്. പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്ന പതിവ് തന്ത്രം തന്നെയാണ് ഇത്തവണയും അവരെല്ലാവരും പയറ്റുന്നത്. ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം തങ്ങൾക്ക് അനുകൂലമെന്ന് 3 മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. UDF ആവട്ടെ, LDF ആവട്ടെ, BJPയും ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ സൂചനകൾ എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവകാശപ്പെടുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്ന അവ്യക്തത അവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നതാണ് സാഹചര്യം. ശരി സഹിത്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചില ട്രെൻഡുകളിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലുമൊക്കെ എല്ലാ തവണയും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് കാണാറുള്ളതാണ്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നഗരമേഖലയിൽ പൊതുവേ ഈ സിറ്റി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരം, തിരുവനന്തപുരം നഗരം, ഇവിടെയൊക്കെ തിരക്ക്
കുറവാണ് കാണാറുള്ളത്. മാത്രമല്ല പോളിംഗ് ശതമാനവും എല്ലാ തവണയും കുറവാണ് ഈ മേഖലയിലൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായ ഒരു കാഴ്ച ഉണ്ടല്ലോ. എല്ലാ റിപ്പോർട്ടർമാരും പറയുന്നത് നഗരമേഖലയും ഗ്രാമമേഖലയും തമ്മിൽ വേർതിരിച്ച് കാണാൻ ഇത്തവണ കഴിയുന്നില്ല എന്നാണ്. കാരണം എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. അത് ഈ ചൂട് എന്നുള്ളൊരു ഘടകം മാത്രമാണോ ഉണ്ടാവുക, അതോ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച് വോട്ട് ചെയ്തേ മടങ്ങൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നതാണോ? അങ്ങനെ ഏത് രീതിയിലാണ് അതിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്? അവരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പലപ്പോഴും. അതെ, ഗ്രാമ നഗര വ്യത്യാസമില്ലാത്ത പോളിംഗ് രീതികളാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. നഗരമേഖലകളിലെ ഉയർന്ന പോളിംഗ് ഏതെങ്കിലും ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായി രേഖപ്പെടുത്തുന്നതാണോ എന്ന് വിലയിരുത്തുക ഇപ്പോൾ എന്തായാലും നമുക്ക് അസാധ്യമാണ്. എന്തായാലും അവകാശവാദങ്ങൾ ആ തരത്തിൽ തന്നെ ഉണ്ട്. മറ്റൊന്നുള്ളത്, ഇതൊരു അവധിക്കാലമാണ്. ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ച സമയമാണ്. അതുകൊണ്ട് നഗരമേഖലകളിലടക്കം പോളിംഗ്, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് പോളിംഗ് നേരത്തെ തന്നെ ബൂത്തുകളിലെത്തുക, പോളിംഗ് ചെയ്ത് മടങ്ങുക, അതിൻ്റെ ഒരു ട്രെൻഡാണോ എന്നറിയില്ല. ഈ മേഖലകളിൽ നമുക്ക് കാണാറുള്ള ഒരു ട്രെൻഡാണല്ലോ ഈ വൈകുന്നേരങ്ങളിലാണ് അവിടെ ഉയർന്ന പോളിംഗ്. സ്വാഭാവികമായി ഇത്തവണയും അതുണ്ടാവും. തിരുവനന്തപുരത്തിൻ്റെ തീരം, കേരളത്തിൻ്റെ പൊതുവായ തീരമേഖലകളിലൊക്കെ ആ ഒരു ട്രെൻഡ് കാണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുവിൽ ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയെങ്കിൽ നല്ല പോളിംഗിന് ഇനിയും സാധ്യതയുണ്ടെന്ന് വേണം. പതിവായി കാണുന്ന ചില ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ പെണ്ണും ചെറുക്കനും വോട്ട് ചെയ്യാൻ വരുന്ന ദൃശ്യം കാണുന്നു. ഇതൊക്കെ എല്ലാ വർഷവും കാണുന്ന ദൃശ്യങ്ങളാണ്, കൗതുകമുണർത്തുന്ന ദൃശ്യങ്ങളാണ്. വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യമാണ്. അത് എത്രമാത്രം തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത്. മിക്ക വർഷങ്ങളിലും കാണുന്ന ഒരു കാര്യം തന്നെ ഇത്തവണയും കാണുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ബൂത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. സജിത്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ നേതാക്കളും അതുപോലെ തന്നെ സാമുദായിക നേതാക്കളും നൽകുന്ന ചില സൂചനകൾ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സാമുദായിക നേതാക്കൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം എല്ലാ കാലത്തും ചില സൂചനകളാണ് നൽകുന്നത്. ഇത്തവണയും ബിഷപ്പുമാർ വോട്ട് ചെയ്തതിന് ശേഷം നടത്തിയ പരാമർശങ്ങൾ അതേതെങ്കിലും രീതിയിൽ സൂചനകളുടെ ഒരു കാര്യം വരുന്നുണ്ടോ ഇതിൽ? പ്രത്യേകിച്ച് താമരശ്ശേരി ബിഷപ്പും മാനന്തവാടി ബിഷപ്പും ഒക്കെ. മഞ്ജുഷ, പ്രസക്തമായ ഒരു വിഷയം തന്നെയാണത്. അതിൽ ഒരു സൂചന, മഞ്ജുഷ സൂചിപ്പിച്ച ഒരു സൂചന ഇതുവരെയും അങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സൂചന ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ രാവിലെ തന്നെ വോട്ടിങ്ങിന് എത്തുന്ന ഈ സാമുദായിക നേതാക്കൾ, അത് സഭാ അധ്യക്ഷന്മാരാവട്ടെ, NSSൻ്റെയോ SNDPയുടെ സഭാ നേതാക്കളാവട്ടെ, ഇവരൊക്കെ പറയാറുള്ള ചില കാരണങ്ങൾ, വാക്കുകൾ പലപ്പോഴും അവരെടുക്കാൻ പോകുന്ന നിലപാടുകളുടെ ഒരു സൂചകമാവാറുണ്ട്. 2021 ഭരണമാറ്റത്തിൻ്റെ സൂചന, അങ്ങനെ ഒരു നിലപാട് G. സുകുമാരൻ നായർ പങ്കുവച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ വോട്ട് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ നിശബ്ദത പാലിക്കുകയാണ്. സർക്കാർ മാറണോ തുടരണോ എന്ന കാര്യത്തിലും അദ്ദേഹം വ്യക്തത വരുത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.